ഐ എം ഓൾമോസ്റ്റ് ദയർ ഗൈസ്. ഡേറ്റൊക്കെ അടുത്ത് വരികയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡെലിവറി കഴിഞ്ഞ് എനിക്ക് നന്നായിട്ട് റെസ്റ്റ് വേണമെന്നൊരാഗ്രഹമുണ്ട്. 24 hours കിടന്നില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ കിടക്കണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ എന്താ പറയുക, ജിനുവിനെയും ടുട്ടൂനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഈസി കുക്കിങ്ങിനും വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുവാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചു, പിന്നെ കുറേ അച്ചാറുകൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ സെറ്റ് ആക്കി ലേബിളൊക്കെ ചെയ്ത് വെച്ചു. അപ്പം പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും കൂടി ശരിയാക്കി വെക്കാൻ പോവാണ് ഇന്ന്. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു പുട്ടുപൊടി അപ്പപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ച കാര്യം. പക്ഷെ എന്നും അത് കഴിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും, ആർക്കാണെങ്കിലും ബോറടിക്കും, പ്രത്യേകിച്ച് ജിനുവിന്. കാരണം ജിനു സ്ഥിരമായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഓട്സ്. അപ്പോൾ ഒരു 99% ദിവസവും ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ അത് ഓട്സാണ് കഴിച്ചിട്ട് പോകുന്നത്. ഹെൽത്തിയാണ്, ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പം ആ ഓട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് ഇന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഓട്സ് ഉണ്ടാക്കുന്നതിന് ഇതിന് മാത്രം എന്തുവാ പ്രിപ്പയർ ചെയ്ത് വെക്കാനിരിക്കുന്നത്, അത് ഓൾറെഡി പ്രിപ്പയർഡ് അല്ലേ എന്ന്. ഓട്സ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യും, കുറച്ചും കൂടെ ഹെൽത്തിയുടെ മുകളിൽ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആശാൻ പ്ലെയിൻ ഓട്സും കഴിച്ചിട്ട് പോകും. അതല്ല ഞാൻ അവിടെ കിടന്നിട്ട് അത് ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും അതൊന്നും വേണ്ട, ഞാനിപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയും. അതെനിക്കൊരു വിഷമമാണ്. പിന്നെ എനിക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവുകയില്ല. സോ അത് ഞാൻ കിടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സീക്രട്ടായിട്ട് ഞങ്ങളുടെ ഓട്സിൽ ആഡ് ചെയ്യണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ പായ്ക്ക് മേടിക്കാൻ കിട്ടും, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ പ്രിപ്പയർ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇഷ്ടംപോലെ സമയമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. സമയം നമുക്ക് കിട്ടുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് ആരും പറയരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ ഞാൻ എന്തൊക്കെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാവേ. ഇതെന്താണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ബദാമാണ്, ഭയങ്കര ഹെൽത്തിയാണ്. അത് ഓട്സിനകത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഓട്സിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ചെറു ചൂട് പാലിലും ഇത് പൊടിച്ച് ചേർത്ത് കുടിക്കാവേ. ഇത് നമ്മുടെ വാൾനട്ട്, ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു ഷേപ്പില്ലേ, ഇല്ലേ, അങ്ങനെ തോന്നില്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബ്രെയിൻ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യും, ബ്രെയിനിന് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് വിവരമുള്ളവർ. സോ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും നമ്മുടെ ഓട്സിൽ ആഡ് ചെയ്തേ. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൽ പെടുന്ന റേസിൻസ്, പിന്നെ നമ്മുടെ വാഴപ്പഴം, സാദാ പഴം. അതൊന്നും പിന്നെ ഡ്രൈ ആക്കി വെക്കേണ്ട ആവശ്യമില്ല. പഴം എടുത്ത് കട്ടകട്ടകട്ടകട്ടേന്ന് ഉണ്ടാക്കുന്ന സമയത്ത് അരിഞ്ഞിട്ടാൽ മതി. പിന്നെ ഷിയാ സീഡ്, ഇപ്പോൾ ഷിയാ സീഡ്സും നമ്മുടെ ഉണക്കമുന്തിരി റേസിൻസും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യം, അത് ഓൾറെഡി മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ ബദാമും വാൾനട്ടും കൂടെ പൊടിച്ച് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് സ്റ്റോർ ചെയ്യാൻ പോവാണ്. രണ്ടും കൂടെ ഒരുമിച്ചല്ല പൊടിക്കുന്നത്, കാരണം ഇതിന് രണ്ടിനും ഓയിലിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഒരുമാതിരി കൊഴുക്കട്ട പോലെ ആകും ഒരുമിച്ചൊക്കെ ഇട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പൊടിച്ച് സെപ്പറേറ്റ് ബോക്സിലാക്കി റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ മിക്കവാറും അത് കേടായി പോകും. ഞാൻ 2 വീക്സിലായിട്ട് ഉണ്ടാക്കുമ്പോൾ അല്ലാതെ സാധാരണ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്, ഇത് ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ടാണ് ഫ്രിഡ്ജ് വെക്കുന്നത്. ഇനി ഇത് ഈസി ആയിരിക്കും. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ഓരോ സ്പൂൺ എടുത്തിട്ടിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഇഷ്ടമുള്ളവർക്ക് കുറച്ച് സിന്നമൺ പൗഡർ, നമ്മുടെ കറുവപ്പട്ട പൊടിയിലെ അതൊക്കെ ഒരു 1-2 നുള്ളിട്ട് ഓട്സ് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ബദാം പൊടി കൊണ്ട് ഓട്സ് ഉണ്ടാക്കാൻ മാത്രമല്ല, ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ടുട്ടൂന് കൊടുക്കാറുണ്ട്. പാല് തിളപ്പിച്ച് ഇതിനകത്തിട്ടിട്ട് ഭയങ്കര നല്ല കുടിപ്പിക്കാൻ. പക്ഷെ എന്നാലും എന്തെങ്കിലും ചുമ്മാ കഴിക്കാൻ കൊടുത്താലും അവൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അടിച്ച് ഷെയ്ക്ക് അടിച്ചും, ഇപ്പം നമ്മൾ ആപ്പിൾ അവോക്കാഡോ ഷെയ്ക്ക് ഒക്കെ അടിക്കില്ല, അതിനകത്തൊക്കെ ഇട്ട് കുത്തിക്കയറ്റി ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ബദാം പൊടിച്ചതാണേ, തൊലിയോട് കൂടി തന്നെയാണ് പൊടിച്ചത്. അത് നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടി കേട്ടോ. പിന്നെ നമ്മുടെ വാൾനട്ടിൻ്റെ
കുറച്ച് ഓയിലി ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത് പൊടിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ അത് എണ്ണ അതുപോലെ ഉരുണ്ട് വരും. അപ്പം പൾസ് ചെയ്ത് വേണം എടുക്കാൻ. സോ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിനകത്താക്കി ഇനി ഇതൊരു സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ് ആക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ഞങ്ങൾ ഓവർനൈറ്റ് സോക്ക് ചെയ്താണ് വെക്കുന്നത്. 1 സ്പൂൺ ബദാമും 1 സ്പൂൺ വാൾനട്ടിൻ്റെയും പിന്നെ കുറച്ച് റൈസിൻസും ഷിയാ സീഡും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഡേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ്ടേ നമ്മുടെ ബദാം പൊടിച്ചതും വാൾനട്ട് പൊടിച്ചതും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാനിനി ഫ്രീസറിൽ എടുത്ത് വെക്കും. കാരണം ഇവിടെ ഒരു ബോക്സിനകത്താക്കി ഞാൻ തൽക്കാലത്തേന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ ടിന്നിനകത്താക്കി വെക്കും. അതിനുശേഷം കാരണം ബൾക്ക് അടിച്ചതിന് ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചീത്തയായിപ്പോവും. അപ്പോൾ ഈ എക്സ്ട്രാ വന്നേക്കുന്നത് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണ്. പൊടി ആയതുകൊണ്ട് അത് കട്ടയായിട്ട് പോകത്തൊന്നുമില്ല, സ്റ്റോറായിട്ടിരുന്നോളും. എന്നിട്ട് ഇതിനകത്ത് തീർന്നു കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പണിയുണ്ടോ എന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ.